നടത്തിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം അവരാണ് ഏറ്റെടുക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരംഭങ്ങളിലും ഈ സ്ഥാപനം വളരെ മുന്നിലാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ മനോഹരമായി സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് CPET എത്ര മനോഹരമായി അവർ നിർവഹിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ അൻവർ ഷാഫി ഹുദവി ഇവിടുന്ന് പുറത്തിറങ്ങിയ ഒരു പ്രഗത്ഭ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചിലരെ മാത്രം എണ്ണി പറയുന്നു എന്ന് മാത്രം. നൈജീരിയയിലെ യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സയ്യിദ് ഹുദവി, അദ്ദേഹത്തിന്റെ സേവനം എടുത്തു പറയേണ്ടതാണ്. ബ്രിട്ടനിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ മഹമ്മൂദ് കൂരിയ എന്റെ ബന്ധു കൂടിയാണ്. അതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ സിംഗപ്പൂരിൽ UK-യിൽ ഇമാമുമാരായി നിൽക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കാൻ ബഹാവുദ്ദീൻ ഉസ്താദിനെ പോലുള്ള പ്രഗത്ഭരായ പ്രതിഭാസമ്പന്നരായ അക്കാദമിക വിദഗ്ധർ പോലും ഇവർക്കൊപ്പമുണ്ട്. അതിന്റെ ഗുണഫലമായി നോക്കൂ നിങ്ങൾ. ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് യൂറോപ്പിൽ പഠനം നടത്താനാണ്. നെറ്റിൽ അടിച്ചു നോക്കൂ. ഇറാസ്മസ് മുണ്ടസ് യൂറോപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഫ്രീ ആയിട്ട് അവർക്ക് പഠിക്കാൻ കഴിയും. ആ സ്കോളർഷിപ്പ് ഉപയോഗപ്പെടുത്തി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പ് വാങ്ങി പഠിക്കുന്ന കുട്ടികൾ USA-യിലുണ്ട്. USA-യുടേതാണ്, അമേരിക്കയുടേതാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ ഡാഡ് സ്കോളർഷിപ്പ്, അത് ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ദാറുഹുദയിലെ കുട്ടികൾ അവിടെയും എത്തിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്ക്. ബെനിഗ്രാൻഡ് അത് നെതർലൻഡിൽ നിന്ന് ലൈഡർ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് സയന്റിഫിക് റിസർച്ച് നടത്താനുള്ളതാണ്. അവിടെയും നമ്മുടെ കുട്ടികൾ എത്തിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരുണ്ട്, ഗവേഷകരുണ്ട്, പ്രഗത്ഭരുണ്ട്, ഭാഷാ പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾ. സ്ഥാപനത്തിന്റെ വളർച്ചയിലെ ഗ്രാഫാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അവാർഡുകൾ ധാരാളം, സ്കോളർഷിപ്പുകൾ ധാരാളം വാങ്ങിക്കൊണ്ട് അവർ സേവന രംഗത്ത് മികച്ചു നിൽക്കുന്നു. കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ. ഉയർന്ന ജോലി ചെയ്യുന്ന ഖത്തീബുമാരുണ്ട്, അതുപോലെ തന്നെ മുദരിസുമാരുണ്ട്. അവരെ കുറിച്ചുള്ള ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവരുടെ സേവനത്തിന്റെ വലിപ്പം മനസ്സിലാവും. 2000-ൽ പരം ടീച്ചേഴ്സ് ഇൻ ദാറുഹുദ. ഈ ദാറുഹുദയുടെയും ദാറുഹുദയുടെ സഹസ്ഥാപനങ്ങളിൽ 2000-ഓളം ടീച്ചേഴ്സ് ഇവിടുന്ന് പുറത്തിറങ്ങിയ കുട്ടികൾ ജോലി ചെയ്യുന്നു. അതിനൊക്കെ പുറമെ മുദരിസുമാരുണ്ട്, ഖതീബുമാരുണ്ട്. അതിനും പുറമെ വനിതാ വിദ്യാഭ്യാസ രംഗത്ത് 54 മഹദിയ സ്ഥാപനങ്ങൾ, 3125 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും കുട്ടികൾ പുറത്തിറങ്ങി. സമത്തയുടെ സംരംഭമാണ്. സമത്തക്ക് കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് ഇസ്ലാമിക് കോളേജിന്റെ ആ സംവിധാനവും വരേണ്ട ഫാദില കോഴ്സ്. സമത്ത എല്ലാ രംഗത്തും മുന്നോട്ട് പോകുമ്പോ ഒരു പഴഞ്ചൻ പ്രസ്ഥാനമായി ചിലർക്ക് മുദ്ര കുത്താനും, ചില ആളുകൾ സുന്നത്ത് ജമാഅത്തിനെ അവഗണിച്ചുകൊണ്ട് നമ്മളൊക്കെ പുരോഗതിക്കെതിരാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് പറയുമ്പോ അതിനുവേണ്ടി മാത്രം ഒരു വിങ് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത. CPET-ന് കീഴിൽ ഹാപ്പി ഫാമിലി വർക്ക്ഷോപ്പ്. ഇതൊക്കെ പൊതുജനങ്ങൾ അറിയേണ്ടതാണ്. കുടുംബിനികൾക്ക് പ്രത്യേകമായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇസ്ലാമിക് കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന മനോഹരമായ കോഴ്സും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു. കുടുംബജീവിതം ഭദ്രമാക്കാനും ഭംഗിയാക്കാനും ഇമാമുമാർക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കീഴിൽ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ഇൻ ഇമാം, ലീഡർഷിപ്പ് ഫോർ ഇമാംസ്, ഇമാമാകാൻ വേണ്ടിയുള്ള ലീഡർഷിപ്പ് ആ കോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട, തൊട്ട് പുറകിലുള്ള ബുക്ക് പ്ലസ് അവരിറക്കിയ പുസ്തകം സമൂഹത്തിന് എത്രമാത്രം ഉപകരിക്കുന്നുവെന്ന് ആ പുസ്തകശാലയൊന്ന് സന്ദർശിച്ച് വൈവിധ്യം മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടും. ഖുർത്തുബ, സുബൈർ ഖുദൈബയുടെ നേതൃത്വത്തിൽ ഖുർത്തുബ നടക്കുമ്പോൾ അവിടെ നിങ്ങൾ ചെന്നാൽ ആ പ്രദേശത്തെ ഒന്നും അറിയാത്ത കുട്ടികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഠിന പരിശ്രമം. ആ പരിശ്രമം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കേരളം പോലെയല്ല. ദുബൈയിൽ സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു. റീഡ് ഇസ്ലാമിക് സ്കൂൾ 23 രാജ്യത്തെ 500-ലധികം കുട്ടികൾ, മലയാളികളായി ഇവിടെ പഠിച്ച കുട്ടികൾ ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്നു. അതും അറബ് രാജ്യത്ത്. ആ അറബ് രാജ്യത്ത് വേൾഡിൽ നിന്ന് ഏത് കുട്ടിക്കും വന്ന് ചേരാവുന്ന സ്ഥാപനം. ഇതിന് തുല്യം നിൽക്കുന്ന സ്ഥാപനമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ദാറുഹുദ അതുല്യ സ്ഥാപനമാണെന്ന് സൂചിപ്പിക്കാൻ കാരണം. മാത്രമല്ല ഇതിനൊക്കെ പുറമെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും ഇവിടുന്ന് പുറത്തിറങ്ങുന്നു. പാണ്ഡിത്യം, അത് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2009-ൽ ഫത്വ കൗൺസിൽ രൂപീകരിച്ചു. ഇവിടെ ഗഹനമായ പണ്ഡിത ചർച്ചകൾ. മാത്രമല്ല സിൽവർ ജൂബിലിയിൽ സൈനുദ്ദീൻ ഉസ്താദാണ്, ചെറുശ്ശേരി ഉസ്താദാണ് ആ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ആ മഹാൻ, അതുപോലെ ബാപ്പുട്ടി ഹാജി, അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദ്, അവരൊക്കെ ഇവിടെ മരിച്ചു കിടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവരെയൊന്നും ഓർക്കാതെ നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് പറയാൻ അറിയില്ല. വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന കുട്ടികളുണ്ട് ഇവിടെ. ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദാറുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റൂബി ജൂബിലി സമാപന മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും സയ്യിദുമാരും നേതാക്കളും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്.